Okay, degree of freedom എഴുതിക്കോ. It is the minimum number of coordinates. It is the minimum number of coordinates. ഇല്ല. It is the minimum number of coordinates പറഞ്ഞാണ് ഞാൻ ഓൾറെഡി. കുഴപ്പമില്ല എന്നോട് പറയാം. It is the minimum number of coordinates required to specify. എഴുതിയതാണല്ലേ ഇതൊക്കെ. It is the minimum number of coordinates required to specify the position or configuration. അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. Configuration of the system. It is the minimum number of coordinates required to specify the position or configuration of the system. ചെറിയ ടോപ്പിക്കാണ് ഇത്, ഇന്ന് വലുതായിട്ട് വരാറില്ല. പക്ഷെ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്, ആ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കാം. ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല സ്കൂളിൽ, ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതാകെ നിങ്ങൾക്ക് പോസ്റ്റ്ലേറ്റ്സ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, പിന്നെ RMS സ്പീഡ് അത്ര എടുത്തിട്ടുണ്ടാവുള്ളൂ. കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം. ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചോ. F is equal to 3n minus k. F equal to 3n minus k. Degree of freedom, it is the minimum number of coordinate required to specify the position or configuration of the system. F equal to 3n minus k. Okay, ഇനി ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റേറ്റ്മെന്റിന് എന്ത് മനസ്സിലായി? ഇറ്റ് ഇസ് എ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ് റിക്വയർഡ് ടു സ്പെസിഫൈ. ഒരു സിസ്റ്റത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ പറയാൻ വേണ്ടി നമ്മളിപ്പോ കോർഡിനേറ്റ്സ് വെച്ചിട്ട് പറയത്തില്ലേ, അതുപോലെ അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു മോളിക്യൂളിന് എത്രത്തോളം ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ഏതൊക്കെ ഡയറക്ഷനിലേക്കൊക്കെ പോവാം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയും. ഇവിടെ അത് പറയാൻ കാര്യം എന്താ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയാൻ കാര്യം നമ്മൾ എന്തിനെ പറ്റിയാ പഠിച്ചുകൊണ്ടിരിക്കണം ഈ ചാപ്റ്ററിൽ? ഗ്യാസിനെ പറ്റിയാ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചത് പറഞ്ഞില്ലേ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഒരു മോളിക്യൂൾസിന്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ, ഒരു സിസ്റ്റത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം യൂസ് ചെയ്യുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പൊ മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിന് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും? മോണോ അറ്റോമിക് 1. അപ്പൊ എന്നിന്റെ വാല്യൂ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് എന്താ? എന്നിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി കെയുടെ വാല്യൂ, കെ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ കോർഡിനേറ്റ് എന്നാണ് നമ്മൾ കെനെ പറയാ. ഒരു സീറ്റ് കൊടുത്തേടെ എവിടെയെങ്കിലും ഒക്കെ. ഓക്കെ, കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ കോർഡിനേറ്റ് എന്നാ പറയാ. കോമൺ കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് വേറെ ഏതെങ്കിലും മോളിക്യൂളിനോട് അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തമ്മിൽ ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കോമൺ കോർഡിനേറ്റിനെയാണ് നമ്മൾ പറയുക. ഇപ്പൊ മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ അതിന് ഒരു മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് കെയുടെ വാല്യൂ എന്തായിരിക്കും? വേറെ എന്തെങ്കിലും കോർഡിനേറ്റ്സ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതിന് കെയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്, അതുപോലെ ഡയറ്റോമിക് ഗ്യാസ്, പിന്നെ ട്രയറ്റോമിക് മോളിക്യൂൾ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതാ ഞാൻ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാൻ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിച്ചേ, മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ ഇത്ര ആലോചിച്ചത്. ഇക്വേഷൻ പഠിച്ചു വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? F is equal to 3n minus k. n എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? എത്ര മോളിക്യൂൾസ് ഉണ്ട്? മോണോ മീൻസ് 1. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? F is equal to 3 into 1 minus 0. കെയുടെ വാല്യൂ അത് വേറെ ഒരു മോളിക്യൂൾസിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കെയുടെ വാല്യൂ 0. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ് എത്ര? മോണോ അറ്റോമിക് മോളിക്യൂൾ എത്രയായിരിക്കും? എഫിന്റെ വാല്യൂ, ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര? F equal to 3. ഇനി ഡയറ്റോമിക് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഡയറ്റോമിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് F is equal to 3n minus k. ഇനി ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ എത്ര? എന്നിന്റെ വാല്യൂ എത്ര ഇരിക്കും? അനല ഞാൻ ചോദിക്കണ ഒരു അനല എത്ര ഇരിക്കും? 2. എന്നിന്റെ വാല്യൂ ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. ഇനി കെയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ആര് പറയും? കെയുടെ വാല്യൂ കോമൺ കോർഡിനേറ്റ് ഞാൻ വരച്ച് കാണിക്കും. ഇപ്പൊ ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ മോണോ അറ്റോമിക്കിന് ഒരൊറ്റ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കെയുടെ വാല്യൂ 0. അതിന് വേറെ കോമൺ കോർഡിനേറ്റ്സ് ഒന്നും ഇല്ല. പക്ഷെ ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ 2 മോളിക്യൂൾ വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവര് തമ്മിലൊരു കോമൺ കണക്ഷൻ ഉണ്ട്. മനസ്സിലായ? അപ്പൊ ഇതിന്റെ കെയുടെ വാല്യൂ എത്ര ആയിരിക്കും? 1. അപ്പൊ കെയുടെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ F is equal to എന്താ? 3 into 2 minus 1. അപ്പൊ എഫിന്റെ വാല്യൂ എത്ര വന്ന്? ഡിഗ്രി ഓഫ് ഫ്രീഡം 5 വന്നു. അപ്പൊ ഡയറ്റോമിക് മോളിക്യൂളിന്റെ നമുക്ക് എത്ര കിട്ടി? 5. അങ്ങനെയാണെങ്കിൽ ട്രയറ്റോമിക് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. 2 എണ്ണം. അപ്പൊ ഒന്ന് വരച്ച് കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തന്നെ എങ്ങനെയാണ്. ഇപ്പൊ ട്രയറ്റോമിക് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വരും?
ഒരു മോളിക്യൂൾ കൂടെ വരും അല്ലെ, ട്രയറ്റോമിക്. അപ്പൊ 4 മോളിക്യൂൾ ആണെങ്കിൽ എങ്ങനെ വരും? അങ്ങനെ ഓരോന്നും ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇങ്ങനെയായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയ എന്ന് ചോദിക്കുക. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോറ്റോമിക്, ഡയറ്റോമിക്, ട്രയറ്റോമിക്. ഇത് മൂന്നുമാണ് കണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയല്ല, ഇക്വേഷൻ എഴുതി ബോക്സ് ചെയ്തേ. അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ, ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോറ്റോമിക് ഗ്യാസ്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോഅറ്റോമിക് ഗ്യാസ്. എന്നിട്ട് എടുത്തെടുത്ത് എഴുതട്ടാ. എന്നിന്റെ വാല്യൂ എത്രയാണ്, കെയുടെ വാല്യൂ എത്ര. കെ വേണമെങ്കിൽ കോമൺ കോർഡിനേറ്റ് എന്ന് ജസ്റ്റ് സൈഡിൽ എഴുതി വെച്ചോ. കെ ഈക്വൽ ടു കോമൺ കോർഡിനേറ്റ്. അപ്പൊ മോണോഅറ്റോമിക് ആകുമ്പോൾ അതിന് വേറെ കോമൺ കോർഡിനേറ്റ് ഒന്നുമില്ല. അപ്പൊ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0. ഇനി ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ കണ്ട 2 മോളിക്യൂൾ വരുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ എന്തുണ്ട്? ഒരു കോർഡിനേറ്റ് കണക്ഷൻ ഉണ്ട്. ഇനി ട്രയറ്റോമിക് ആകുമ്പോ അപ്പൊ എങ്ങനെ വരും? ട്രയറ്റോമിക് ആകുമ്പോഴത്തേക്കും അത് ചെയ്ത് കാണിക്കണം. ഓക്കെ, വേഗം ചെയ്തു. ഓക്കെ, ട്രയറ്റോമിക്കിന്റെ എത്ര കിട്ടി? നീ മിണ്ടല്ലേടാ, ബാക്കിയുള്ളവർ പറയട്ടെ. നീ മിണ്ടല്ലേ, നീ പഠിച്ചതല്ലേ, ബാക്കിയുള്ളവർ അറിയാം. എനിക്ക് ഒന്ന് കാണിച്ചു എങ്ങനെ കിട്ടിയെന്ന്. ചെയ്യടാ, ഡയറ്റോമിക് ചെയ്താ. ട്രൈ ഫ്രീഡം ഓഫ് മോണോഅറ്റോമിക് ഗ്യാസ് അത് എഴുതി. ഇനി അടുത്ത ഇതെന്തായി ചെയ്തു വെച്ചേക്കണം? ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. മനസ്സിലായ? മോണോഅറ്റോമിക്കിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്? മോണോഅറ്റോമിക് എന്ന് പറയുമ്പോൾ എത്ര മോളിക്യൂൾ ഉണ്ട്? 1. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ? 1. പിന്നെ ആ ഒരു മോളിക്യൂൾ ഇപ്പൊ ഞാൻ വരച്ച് കാണിച്ചു നോക്കിക്കുക. ആ ഒരു മോളിക്യൂൾ ഒറ്റക്ക് നിൽക്കണേ, അതിന് എന്തെങ്കിലും കോമൺ കോർഡിനേറ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ കെയുടെ വാല്യൂ എന്താ? 0. ഇനി ഡയറ്റോമിക് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ 2 മോളിക്യൂൾ വരുന്നുണ്ട്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്തായി? 2. ഇനി അത് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ? ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഒരു കോമൺ കോർഡിനേറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പൊ കെയുടെ വാല്യൂ എത്രയായി? 1. ഇനി അങ്ങനെയാണെങ്കിൽ ട്രയറ്റോമിക് കണ്ടുപിടിച്ചേ. ട്രയറ്റോമിക് എന്ന് പറയുമ്പോൾ 3 മോളിക്യൂൾ വരും. 3 മോളിക്യൂൾ നിനക്ക് ഏത് രീതിയിൽ വേണേലും വരക്കാൻ കിട്ടിയ ട്രയറ്റോമിക്കിന്റെ ട്രയറ്റോമിക് എവിടെ? 7. ഇനി ഇപ്പൊ നീ വരച്ച മോളിക്യൂൾ നീ എങ്ങനെ മോളിക്യൂളിനെ കൺസിഡർ ചെയ്തത്? 1, 2. ഓക്കെ, ഇതിപ്പോ ലീനിയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നോൺ ലീനിയർ ആണെങ്കിൽ ഇപ്പൊ ഇവിടെയാണ് വന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 3 എണ്ണം. അപ്പൊ ട്രയറ്റോമിക് മോളിക്യൂൾ ലീനിയറും ആകാൻ നോൺ ലീനിയറും ആകാം. ലീനിയർ ആവുമെങ്കിൽ 7 ആണെങ്കിൽ മറ്റേത് എത്ര വരും? ഓക്കെ, കിട്ടിയാ? ഓക്കെ, കിട്ടിയത് പറഞ്ഞ. ട്രയറ്റോമിക് മോളിക്യൂളിന്റെ എത്ര കിട്ടി? 6ഉം 7ഉം. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ല? അക്സ ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാവേ. ഓക്കെ, ട്രയറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ അല്ല, അത് 2 ഇപ്പൊ ഇവര് തമ്മിൽ ഒരു കോർഡിനേറ്റ് കണക്ഷൻ, ഇവര് തമ്മിൽ ഒരു കോർഡിനേറ്റ് കണക്ഷൻ. അപ്പൊ കെയുടെ വാല്യൂ എത്ര? 2. ഹരി ഒന്ന് സംസാരിക്കാതിരുന്നേടാ. ഓക്കെ, ശ്രദ്ധിക്ക്. ഇനി ട്രയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മോളിക്യൂൾസ് വരുന്നുണ്ട്? 3 മോളിക്യൂൾസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരക്കാന്ന് വിചാരിക്കാം. 1, 2, 3. ഇങ്ങനെ ലീനിയർ ആയിട്ട് നിൽക്കാം, അതുപോലെ തന്നെ നോൺ ലീനിയർ ആയിട്ടും വരാം. ഇപ്പൊ ലീനിയർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി പോലെ ഇരിക്കും. ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഏതായിരിക്കും? ഇങ്ങനെയാണോ നിങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കിയത്? അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ 2 രീതിയിൽ വരും. ട്രയറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ നമുക്ക് 3 മോളിക്യൂൾസാ വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഓരോരുത്തരും ചിന്തിക്കുന്നത്, ഇപ്പൊ നിവേദ് ചിന്തിക്കണത് ഇങ്ങനെ ആയിരിക്കും, മോളിക്യൂൾ 3 എണ്ണം ഇങ്ങനെ ലീനിയർ ആയിട്ടായിരിക്കണേന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? ഇവര് തമ്മിലൊരു കോർഡിനേറ്റ് കണക്ഷൻ, ഇവര് തമ്മിലൊരു കോർഡിനേറ്റ് കണക്ഷൻ.
അപ്പൊ കെയുടെ വാല്യൂ എത്ര വന്ന്? കെയുടെ വാല്യൂ എത്ര വന്ന? 1 2 അല്ലെ? അപ്പൊ കെ ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഈ കേസിൽ ലീനിയറിന്റെ കേസിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു 3n മൈനസ് കെ. 3 ഇൻറ്റു എത്ര വരും? 3 മൈനസ് 2. അപ്പൊ എന്ത് വന്ന്? 9 മൈനസ് 2 ഈക്വൽ ടു 7 വന്ന്. ഇത് ഇവൻ ചിന്തിച്ച രീതിയിലാണെന്ന് നമുക്ക് പറയാം. ഇനി വേറൊരാൾ, ഇപ്പൊ ഹരി ചിന്തിക്കണത് ഇങ്ങനെയാന്ന് വിചാരിക്കാം. 1 2 3 ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നോൺ ലീനിയർ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നോൺ ലീനിയർ ആണെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയായിരിക്കും ഇരിക്കുക? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇത് തമ്മിലൊരു കോർഡിനേറ്റ് കണക്ഷൻ, ഇത് തമ്മിലൊരു കണക്ഷൻ, ഇത് തമ്മിലൊരു കണക്ഷൻ. അപ്പൊ 1 2 3. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു 3n മൈനസ് കെ. എന്നിന്റെ വാല്യൂ എത്ര? സയോൺ, എന്നിന്റെ വാല്യൂ എത്ര? 3. കെയുടെ വാല്യൂ എത്ര? നിവേദ, ഈ കേസിൽ കെയുടെ വാല്യൂ എത്ര? 2 ആണോ? നോക്കൂ. 1. ഇത് ലീനിയർ, നീ ചെയ്തത് ലീനിയർ, അത് 2. ഇനി ഇവിടെ ഈ രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നീ ചിന്തിച്ച രീതിയിലാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. 3 മോളിക്യൂൾസ് ഉണ്ടെന്നേ ഉള്ളു. ഇങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇങ്ങനെയാണെങ്കിൽ എത്രയുണ്ട് കോർഡിനേറ്റ് കണക്ഷൻ? ഇവര് തമ്മിലൊരു കണക്ഷൻ, ഇവര് തമ്മിലൊരു കണക്ഷൻ, ഇവര് തമ്മിലൊരു കണക്ഷൻ. അപ്പൊ ടോട്ടൽ എത്ര വന്ന്? കെയുടെ വാല്യൂ 1 ആ. എടാ ഇതൊരു കണക്ഷൻ. അപ്പൊ 3. അപ്പൊ എന്തോന്ന്? എഫ് ഇസ് ഈക്വൽ ടു 9 മൈനസ് 3. എഫ് ഇസ് ഈക്വൽ ടു 6. കണ്ടോ? അപ്പൊ നോൺ ലീനിയർ മോളിക്യൂൾ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. അപ്പൊ ട്രയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ലീനിയറും ആകാം നോൺ ലീനിയറും. അപ്പൊ രണ്ടും കാണിക്കേണ്ടി വരും. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 7 ആകും 6 ആകും. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയാ? ഓക്കെ, എന്താ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നൊന്ന് പറഞ്ഞേ. ദിയ പറയും. ഏത് ദിയായാലും കുഴപ്പമില്ല, എനിക്ക് ദിയ ചെയ്യാൻ മതി. അല്ല, മറ്റേ ദിയ പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞല്ലേ, ഈ ദിയ പറയും. അങ്ങോട്ട് നോക്കണ്ട. പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം. മിത്ര ഇക്വേഷൻ പറയും. എഫ് ഈക്വൽ ടു 3n മൈനസ് കെ. ഓക്കെ, കിട്ടിയല്ല? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്തൊക്കെയായിരിക്കും? മോണോറ്റോമിക്, ഡയറ്റോമിക്, ട്രയറ്റോമിക്. ആ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. ഓക്കെ, അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോണോറ്റോമിക് ഗ്യാസ്. ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എല്ലാം ഫില്ലാണ്. ഇത് തന്നെ സംഭവിക്കും. ഓക്കെ, അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എന്താ കണ്ടുപിടിക്കാൻ പോകുന്ന? മോണോറ്റോമിക് ഗ്യാസ്. മോണോറ്റോമിക് ഗ്യാസ് എന്താന്ന് മനസ്സിലായല്ല? മോണോറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എത്ര കിട്ടിയത്? 3. മോണോറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 3 കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോണോറ്റോമിക് ഗ്യാസ്. മോണോറ്റോമിക് ഞാൻ ചെയ്യും, ഡയറ്റോമിക് ഒരാൾ ബോർഡിൽ വന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നിട്ട് ബുക്കിൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോണോറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ മോണോറ്റോമിക് ഗ്യാസിന്റെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര? നമ്പർ ഓഫ് 3. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു തിയറം പഠിച്ചായിരുന്നു, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ തിയറം എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. അല്ല, അതൊന്ന് എടുത്ത് നോക്കിക്കുക. അതിൽ എനർജിയുടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. which is equal to energy of half kBT എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. kB എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. T എന്താണ്? ടെമ്പറേച്ചർ. അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ അവിടെ നിന്ന് പഠിച്ചത് എന്താ? ഹാഫ് kBT. അപ്പൊ എനർജി ഓഫ് എ മോണോ, ഈ ഇക്വേഷൻ ക്ലാസ്സിൽ ഇല്ലാത്തവരൊന്ന് ഓർത്ത് വെച്ചേക്കാം. മറ്റവർക്ക് ഓൾറെഡി പറഞ്ഞു, എന്നാലും ശ്രദ്ധിച്ചു വെച്ചേക്കാം. kB എന്ന് പറഞ്ഞാൽ എന്താ? kB എന്ന് പറഞ്ഞ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. T എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ. ഓക്കെ, എനർജിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്, ഗ്യാസിന്റെ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ മോണോറ്റോമിക് ഗ്യാസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോണോറ്റോമിക് ഗ്യാസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോണോറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ എനർജി നമുക്ക് എങ്ങനെ എഴുതാം? എനർജി ഓഫ് മോണോറ്റോമിക് ഗ്യാസ്. കെബിയുടെ വാല്യൂ 6 പോയിന്റ് സംതിങ് എന്തോ.
എനിക്ക് ഓർമ്മയില്ലടാ. ഓക്കെ, മോണോറ്റോമിക് ഗ്യാസ്, എനർജി ഓഫ് മോണോറ്റോമിക് ഞാൻ നോക്കിയിട്ട് പറയാം. ശ്രദ്ധിക്ക് എടാ, ഇത് ശ്രദ്ധിക്കടാ, ഇത് ശ്രദ്ധിക്ക്. എനർജി ഓഫ് മോണോറ്റോമിക് ഗ്യാസ് നമുക്ക് എങ്ങനെ എഴുതാം? 3 × ½ kBt. എങ്ങനെ കിട്ടി? 3/2 kBt. ഓക്കെ, സ്റ്റെപ്പ് മനസ്സിലായ? എന്താ ചെയ്തേക്കുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ് എനർജിയുടെ ഇക്വേഷൻ. ഇത് ഡയറ്റോമിക് ചെയ്യുമ്പോഴും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യേണ്ടത്. ഡിഗ്രി ഓഫ് ഫ്രീഡം മാറും, എനർജിയുടെ ഇക്വേഷൻ സെയിം തന്നെ. അപ്പൊ എനർജി ഓഫ് മോണോറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ 3/2 kBt കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? യു. അപ്പൊ യു ഈക്വൽ ടു 3/2 kBt ഇൻറ്റു NA. NA എന്താ? ആന്റി ബോണ്ടിങ്. ഓക്കെ, അവഗാദ്രോസ് നമ്പർ അല്ലേ NA? ആ, അതും സംശയം. ഓക്കെ, 3/2 kBt ഇൻറ്റു NA. 3/2 kBt ഇൻറ്റു NA. അടുത്ത സ്റ്റെപ്പ് മനസ്സിലായ? ഈ സ്റ്റെപ്പ് കിട്ടിയില്ലെങ്കിൽ തെറ്റിപ്പോകട്ടാ. ഇനി ഇത് നിങ്ങൾ ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. kBt ഇൻറ്റു NA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6. അത് പഠിച്ചിട്ടുണ്ടോ? ഗ്യാസ് കോൺസ്റ്റന്റ് 6. ആ, ഇത് പഠിച്ചിട്ടുണ്ടോ? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ KB ഇൻറ്റു NA ഈക്വൽ ടു R. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഇന്റേണൽ എനർജി U is equal to 3/2. പഠിച്ചില്ലെങ്കിലും ഇത് ശ്രദ്ധിച്ചാൽ മതി. KB ഇൻറ്റു NA എന്ന് പറഞ്ഞ ഗ്യാസ് കോൺസ്റ്റന്റ് 6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 3/2 എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/2 RT. ഓക്കെ, ഇത്രയും കിട്ടിയാ? ഇനി നമുക്ക് വേണ്ട എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോണോറ്റോമിക് ഗ്യാസ്. ഈ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വേഗം എഴുതിക്കുക. മായിച്ചിട്ടുണ്ട് പിന്നെ കാണത്തില്ല. വേഗം എഴുതിക്കോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്തോ. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ മോണോറ്റോമിക് ഗ്യാസ് =3. പിന്നെ എനർജി ഓഫ് ഗ്യാസ് ½ kBt. എനർജി ഓഫ് മോണോറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞപ്പോ എന്തായി? 3/2 kBt. ഇന്റേണൽ എനർജി U is equal to, ആ ഇക്വേഷന്റെ കൂടെ ഒരു NA ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് കൊടുക്കുക. വേഗം എഴുതണേ. എഴുതിയാ? ശ്രദ്ധിച്ചിരുന്നോട്ടാ. ഒരാളെ ഞാൻ ബോർഡിൽ വിളിച്ച് എഴുതിപ്പിക്കും. അതുകൊണ്ടാ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ബാക്കിലിരിക്കുന്നവർക്കായാലും വരാൻ പ്രശ്നമില്ല, വരാം. അനല ഗായത്രിയൊക്കെ ഇത് പുതിയ പോർഷൻ ആണ് ട്ടാ. പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിഗ്രി ഓഫ് ഫ്രീഡം തൊട്ട് ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നവർക്കും കുഴപ്പമില്ല. ആകെ എനർജിയുടെ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിവിടെ ഉണ്ടായിരുന്നവർക്ക് പോലും വലിയ ഓർമ്മയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്കും കുഴപ്പമില്ല, പഠിക്കാൻ ഈസിയാ. ½ kBt നിങ്ങൾക്കും. ഓക്കെ, അപ്പൊ നമുക്ക് യുവിന്റെ വാല്യൂ കിട്ടി. ഇത്ര എഴുതിയാ? ഹരിക്ക് സൗണ്ട് കുറച്ച് സംസാരിച്ചാലും കൂടി സംസാരിച്ചാൽ അവന് സംസാരിക്കണം. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ? കഴിഞ്ഞ എഴുതി കഴിഞ്ഞ? സംസാരിപ്പിക്കരുത് കേട്ടോ കൊച്ചിനെ. എഴുതി കഴിഞ്ഞ? ഗായത്രി കഴിഞ്ഞ? വിമല് കഴിഞ്ഞ? എടാ കഴിഞ്ഞ നോക്കടാ. ഓക്കെ, ശ്രദ്ധിച്ചേ. അടുത്ത സ്റ്റെപ്പ് U is equal to 3/2 RT. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. CV equal to du/dt. അപ്പൊ എന്ത് ചെയ്യാ? CV equal to, പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ, റിലേഷൻ ആക്കി പഠിച്ചിട്ടില്ലേ?
dv by dt നമ്മൾ മറ്റേ ചാപ്റ്ററിൽ പഠിച്ചത്. dv by dt cp അത് വിട്. ഇത് പഠിച്ചിട്ടുണ്ടോ? ഈ റിലേഷന്റെ പേരെന്താ? മേയേഴ്സ് റിലേഷൻ. എന്നാ ഇതിൽ നിന്ന് വരുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് തന്നെ എഴുതിക്കോ. സി വി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എന്നാ ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇനി നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഓർത്ത് ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തു. ചിലപ്പോൾ അത് സിലബസിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈക്വൽ ടു ഡി യു ബൈ ഡി ടി. യു എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ എനർജി. അപ്പൊ നമുക്ക് സി വി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. യുവിന് എന്ത് കൊടുക്കുക? 3/2 ആർ ടി. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ എന്താ ചെയ്യാ? 3/2 ആർ പുറത്തേക്ക് പോകുന്നു. ബാക്കി എന്താ ഉള്ളത്? ഡി. ബാക്കി എന്താ ഉള്ളത്? വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ? അപ്പൊ എന്താ ടിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് വന്നു? സി വി ഈക്വൽ ടു 3/2 ആർ. ഓക്കെ, 3/2 ആർ. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. അതിൽ നമുക്ക് സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ വിത്ത് റെസ്പെക്ട് ടു ടി. ടെമ്പറേച്ചർ ആക്കി എടുത്താൽ മതി. 1 ഡെറിവേറ്റീവ് അല്ലേ കോൺസ്റ്റന്റ് ആക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. സി പി ഈക്വൽ ടു 3/2 പ്ലസ് ആർ. വേഗം എഴുതിക്കേ. ഓരോ സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ആലോചിച്ച് എഴുതിയാൽ മതി. സോറി 3/2 ആർ പ്ലസ് ആർ. ഒരു മിനിറ്റ് എടാ. ഓക്കെ, പറഞ്ഞോ. എന്താ ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ വാല്യൂ അല്ലേ നമ്മളിപ്പോ എങ്ങനെ എടുക്കത്തില്ലേ? ഫോർ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2x ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കും. 2 എന്താ? കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്തായിരിക്കും? അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്തായിരിക്കും എക്സിന്റെ വാല്യൂ? 1. അപ്പൊ 2 × 1 ഈക്വൽ ടു 2. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു ടി തന്നെ വന്നേക്കണം. ടെമ്പറേച്ചർ തന്നെ വന്നേക്കണത്. മനസ്സിലായോ? ഇത് ടി. ഏത്? അല്ലല്ല, ടെമ്പറേച്ചർ ആക്കി തന്നെ എടുത്തേക്കണം. ഓക്കെ, പിന്നെ അത് ഡിഫറൻസ്. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും സ്മോൾ ടി അല്ലേ എടുക്കണത്. അപ്പൊ പിന്നെ അവിടെ ഞാൻ ക്യാപിറ്റൽ ടി കൊണ്ടുവന്ന് മനസ്സിലാവും. തെറ്റ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സി പി ഈക്വൽ ടു 5/2 ആർ. നീ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച. ഗാമ ഈക്വൽ ടു സി പി ബൈ സി വി. അത് സോൾവ് ചെയ്ത് വേഗം വാല്യൂ കണ്ടുപിടിക്കേ. ഗാമയും പഠിച്ചിട്ടുള്ളതല്ലേ? ഇതൊന്നും ഇല്ലേ? ഒരു മിനിറ്റ്. അക്ഷരം മാറിയതല്ലടാ. മേയേഴ്സ് റിലേഷൻ പഠിച്ചപ്പോ നമ്മളേക്ക് ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? ആ നോട്ടൊന്നും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ. മേയേഴ്സ് റിലേഷൻ പഠിക്കുമ്പോ ഇത് പഠിക്കേണ്ടതാണ്. മേയേഴ്സ് റിലേഷനൊക്കെ ഇതിൽ എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടില്ല. എടുത്തിട്ടില്ല. സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്ന. ഇതും കൂടെ പറ്റുമെങ്കിൽ റേഷ്യോ കൂടെ കണ്ടുപിടിച്ച് നിർത്തുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ.
CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ടു ദ കോൺസ്റ്റന്റ് വോളിയം. അതൊന്നും എഴുതി വെച്ചേക്ക്. ഇതിൽ ആകെ 3 സ്റ്റെപ്പാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാത്ത എനർജി, അതിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ½ kBg. പിന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ പറഞ്ഞത്, CV ഈക്വൽ ടു du/dt. അത് പിന്നെ ഓർത്തു വെക്കേണ്ടത് ലാസ്റ്റ് സ്റ്റെപ്പ് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഗാമ എഴുതുന്നത് എങ്ങനെയാണ്? 6 പോലെ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഇനി ആ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ചേ. കിട്ടിയ 5/3. ഇത് കഴിഞ്ഞവരടുത്തത് ചെയ്തോട്ടാ. സെയിം സ്റ്റെപ്പ് തന്നെ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. ഡയറ്റോമിക്കിന് എന്തായിരിക്കും വ്യത്യാസം തന്നെ? എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം മാറുള്ളൂ, ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പ്. കിട്ടിയ അത് വെച്ച് കണ്ടിന്യൂ ചെയ്തു. റേഷ്യോ വരെ എത്തിക്കണേ. ഞാൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഇത് നോക്കി പഠിച്ചാൽ മതി. ഒരെണ്ണം നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടും. ഇതില്ലേ, ഇത് നമുക്ക് സിലബസിൽ പോർഷൻ ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് ഉണ്ട് പോർഷനിൽ. അപ്പൊ കണ്ടാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് ഉണ്ട് ടോപ്പിക് ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരത്തുള്ളേ. ഈ ടി ഇല്ലേ, ക്യാപിറ്റൽ ടി ആയിട്ട് തന്നെ എടുത്തേക്ക്, അപ്പൊ കൺഫ്യൂഷൻ വരില്ല. ടെമ്പറേച്ചർ തന്നെ വേദ ഇത് ക്യാപിറ്റൽ ആയിട്ട് തന്നെ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ പറയുന്നതും ഇതും തമ്മിൽ വ്യത്യാസം വരാൻ ചാൻസ്. CV ഈക്വൽ ടു du/dt അങ്ങനെ തന്നെ എടുക്കാം. ഓരോ സ്റ്റെപ്പ് വെച്ച് ചെയ്തേ. ഫസ്റ്റ് വൺ കഴിഞ്ഞാ ചെയ്ത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് മോണോറ്റോം. ഇത് മോണോറ്റോമിക് അല്ലേ നീ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കണം? എഴുതി നോക്കിയത്. അത് എഴുതിയൊന്നും നോക്കണ്ട, ഇത് ഒരു പ്രാവശ്യം നോക്കി പഠിച്ചേ നീ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ മോണോറ്റോമിക് ഗ്യാസ്. മോണോ മീൻസ് മോണോറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചത്? 3 അല്ലെ? എനർജിയുടെ ഇക്വേഷൻ എന്താ? ½ kBg. മോണോറ്റോമിക് എന്ന് പറയുമ്പോൾ എന്താവും? 3 × ½ kBg. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 kBg. ഇത് എനർജി. ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷന്റെ കൂടെ എന്തും കൂടെ വരും? ഇൻറ്റു NAയും കൂടെ വരും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോറ്റോമിക് ഗ്യാസ് എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3. ഇനി എനർജി ഓഫ് എ മോണോറ്റോമിക്, എനർജി ഓഫ് എ ഗ്യാസിന്റെ എനർജിയുടെ ഇക്വേഷൻ എന്താ? ½ kBg. ഓക്കെ, അപ്പൊ ½ kBg. അപ്പൊ മോണോറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ എന്താവും? 3 × ½ kBg. ഇനി ഇന്റേണൽ എനർജി എന്ന് വരുമ്പോൾ എന്തും കൂടെ വരും? ഇൻറ്റു 3/2 kBg. ഇന്റേണൽ എനർജിയുടെ കൂടെ എന്തും കൂടി വരും? ഇൻറ്റു NA. ഇനി ഈ kBക്കും NAക്കും കൂടി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. KB × NA ഈക്വൽ ടു R. അപ്പൊ ഇക്വേഷൻ എന്താ? U ഈക്വൽ ടു 3/2 RT. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് U കിട്ടി. ഇനി CV സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് എന്താ? du/dt ആണ്. du/dt ക്യാപിറ്റൽ T ആക്കിക്കോ, അപ്പൊ അത് നല്ല കൺഫ്യൂഷൻ വരും. du/dt du/dt. യുവിന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 3/2 RT. അപ്പൊ ഇനി ഡെറിവേറ്റീവ് എടുത്തുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇതണ്ട ഗാമ റേഷ്യോ കണ്ടുപിടിക്കണം. അതിന്റെ സിപിയുടെയും സിവിയുടെയും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അതെ കണ്ട. ഇനി ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പൊ ടിയുടെ ടേമിനെ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത്, ബാക്കിയുള്ളവരെല്ലാം എന്താ? കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെ തന്നെ അതിനെ എന്ത് ചെയ്യുക? അതിനെ അങ്ങനെ തന്നെ പുറത്തേക്ക് എഴുതുക. 3/2 R അങ്ങനെ തന്നെ പുറത്തേക്ക് എഴുതി. ഇനി d/dt ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതൂല്ലേ, d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 1. അതുപോലെ ഇപ്പൊ എന്തെടുത്താലും ഇപ്പൊ d/dx ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. d/dy ഓഫ് വൈ ഈക്വൽ ടു 1 ആണ്. ഇപ്പൊ d/dt ഓഫ് സ്മോൾ ലെറ്റർ t ഈക്വൽ ടു 1 ആണ്. d/dt ഓഫ് ക്യാപിറ്റൽ ലെറ്റർ t ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? നമുക്ക് 3/2 പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എന്താ? d/dt ഓഫ് t. അപ്പൊ എന്ത് വന്നു ഇതിന്റെ വാല്യൂ? 1. അപ്പൊ എന്ത് കൊടുത്തു? 3/2 R × 1. 3/2 R × 1. അപ്പൊ എന്ത് കിട്ടി? 3/2
ആർ. മനസ്സിലായ? ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. മേയേഴ്സ് റിലേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. സി പി നമുക്കറിയില്ല, സി വി നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ, അപ്പൊ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/2 ആർ പ്ലസ് ആർ ഈക്വൽ ടു 5/2 ആർ. അപ്പൊ നമുക്ക് സി പിയും കിട്ടി, സി പിയും കിട്ടി, സി വിയും കിട്ടി. ഇനി അത് റേഷ്യോ വെക്കാൻ മതി. റേഷ്യോ എന്താണ്? സി പി ബൈ സി വി. സി പിയുടെ വാല്യൂ എത്ര കിട്ടിയത്? സി പി നമ്മളിവിടെ കണ്ടുപിടിച്ചത് എത്ര കിട്ടി? 5/2 ആർ ഡിവൈഡഡ് ബൈ സി വിയുടെ വാല്യൂ എത്ര കിട്ടി? 3/2 ആർ. ആർ കട്ടായി, ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 5/3. ഇതുപോലെ തന്നെ നീ കണ്ടുപിടിക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഡയറ്റമിക് ഗ്യാസ്. ഡയറ്റമിക് ഗ്യാസ് കണ്ടുപിടിക്കണം. ഡയറ്റമിക് ഗ്യാസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഡയറ്റമിക്കിന്റെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? അതെ, ഇവിടെ ചെയ്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡയറ്റമിക് മോളിക്യൂൾ എത്ര? 5. 5 ആകുമ്പോഴത്തേക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വന്നു? 5 വന്നു. പിന്നെ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് കെ ബി ടി. സെയിം സ്റ്റെപ്പ് ചെയ്തേ. 3 വന്ന സ്ഥലത്ത് കിട്ടിയാ കഴിഞ്ഞ. വിസ്മയം, അടുത്തത് വിളിക്കാട്ടോ. അവരെല്ലാരും എണീറ്റ് നിന്ന് മറ്റേ പോസ്റ്റ് ലൈറ്റ്സ് പറഞ്ഞതാ. വാ, മതി. സി പി ബൈ സി വി എഴുതിയാ മതിയോ? ബുക്കോട് ഇങ്ങോട്ട് വന്നേക്കാന്ന് ഞാൻ പറഞ്ഞോളാം. ഡൗട്ട് അല്ലല്ല, ഒരു മിനിറ്റ്, എല്ലാം വായിച്ചു തരാം. കഴിഞ്ഞവര് ട്രയറ്റോമിക് ചെയ്തോ? ലീനിയറിന്റെ ട്രയറ്റോമിക്കിന്റെ സെയിം ആയിരിക്കുമോ? ലീനിയർ വേറെ, നോൺ ലീനിയർ വേറെ. ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇതാ ലാസ്റ്റ് ടോപ്പിക്. എഴുതാൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതും. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? വേണം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. എടാ, ട്രയറ്റോമിക് കഴിഞ്ഞ വിമലെ? അടുത്ത അവളെ കഴിഞ്ഞിട്ട് നിനക്ക് എഴുതാനുള്ള ബോർഡിൽ ഇതേ കൊടുത്തു. ട്രയറ്റോമിക് ലീനിയർ നോൺ ലീനിയർ കഴിഞ്ഞ ചെയ്യണം. ഇവിടെ ഇവിടെ അടുത്ത് എത്തിയ ഇല്ല, കണ്ടിന്യൂ. ബോർഡ് ബുക്കിൽ നോക്കാതെ എഴുതിക്കേ. 5/2 ആർ ഇൻറ്റു ടിയുടെ വാല്യൂ എന്താ? 1 ആയി. അപ്പൊ സി വി ഈക്വൽ ടു 5/2 ആർ. ഇനി മേയേഴ്സ് റിലേഷൻ കൊണ്ടുപോവാ. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ഇനി സി പി കണ്ടുപിടിക്കാതെ
ഞാൻ ഒരു 40 വർഷം കഴിഞ്ഞ് ഞാൻ പെട്രോള് അതായത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ ഇന്ത്യയിലേക്ക് എത്താനുള്ള ചാൻസസ് അതുകൊണ്ടാണ് ഞാൻ 40 വർഷം പറയാൻ റഷ്യൻ ഓയിൽ എടുക്കാനില്ല എന്ന് പറഞ്ഞു. റഷ്യ കറക്റ്റാണോ നോക്കട്ടെ, അത് കൈകോട്ടാ. ഗാമ കണ്ടുപിടിക്കും. ഗാമാര് കണ്ടുപിടിക്കും. CP നീ കണ്ടുപിടിച്ച് CV കണ്ടുപിടിച്ച സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗാമ കണ്ടുപിടിക്കും. ഏയ് സംസാരിക്കല്ലേ സയോണേ. നീ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറ. ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീ പറയണേ. അവനല്ലേ ഇവനാ ഒരു ഏതാ ചെയ്തോണ്ടിരിക്കണ സബ്സ്റ്റിറ്റ്യൂട്ട് എന്റെ പൊന്നു ബാബി എന്താണ് ഈ എഴുതി വെച്ചേക്കണത്? ആ എന്താ എഴുതി വെച്ചേക്കണത്? ഓക്കെ അടുത്തത് കഴിഞ്ഞല്ല. അടുത്തത് അനലവാ കഴിഞ്ഞിട്ടില്ല. വേഗം ചെയ്. ട്രയോറ്റോമിക് ലീനിയർ മതി, ഒരെണ്ണം ചെയ്താൽ മതി. വന്നു ഇതാണോ ചെയ്തോണ്ടിരിക്കണേ ഇപ്പോഴും? ചെയ്തു കഴിഞ്ഞില്ലേ ഇത്? വേഗം ചെയ്ത് ഈ ചാപ്റ്റർ തീർക്കാം. നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ. എന്നിട്ട് 6/2 കട്ട് ചെയ്ത് സിംപ്ലിഫൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ സംസാരിക്കുന്നതല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്സ് ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് ലോകകാര്യം സംസാരിക്കാതെ നീ ലീനിയർ നോൺ ലീനിയർ അനല്ല. ബോർഡിൽ വരുമ്പോ ബുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടാ. അല്ല നോക്കി ചെയ്യല്ലേ, ഞാൻ പറഞ്ഞുതരാം. സയോണെ ഫോണിങ് വന്നേ. ഞാൻ മിസ്സിനോട് തേക്കോട്ടെ, വാങ്ങിച്ചാ മതി. വിമലേ എന്താണ് സംസാരിച്ചോണ്ടിരിക്കണ? എപ്പോ എഴുത്. എനിക്കറിയില്ല, നീ ഇപ്പൊ ഇത് പോയി ചെയ്തേ. ചെയ്തു കഴിഞ്ഞ അവിടെ ഇരുന്നോട്ടെ. ഞാൻ നോട്ടിഫിക്കേഷൻ ഒന്നും വായിക്കാൻ പോണില്ല. ഇരുന്നോട്ടെ, ചാർജ് പോകും. ഇല്ല ഇവനാണ് ഇവൻ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ എന്തോ തലവേദനയാണ്. പിന്നെ കോട്ടക്കിന്റെ ഓർമ്മയുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററോടെ തീർക്കണ്ടേ? റിവിഷൻ തുടങ്ങണ്ടേ? എനിക്ക് വേഗം തുടങ്ങാനാണ്. വേഗം ഇമ്മല്ലേ എത്ര പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞ സംസാരിക്കല്ലേ എന്ന്. റിവിഷൻ ഇന്ന് ചെയ്യാനാ. വേഗം തുടങ്ങി വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് തുടങ്ങി വെക്കട്ടെ കുറച്ച്. കഴിഞ്ഞാടാ? രണ്ടുപേരും കഴിഞ്ഞാ? നോക്കട്ടെ.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. GST കുറച്ചിട്ടോ എടാ അവന്മാര് മിഠായിയുടെ GST പേസ്റ്റിന്റെ GST കൂട്ടിയടാ. പോയെടുക്കും. ആ ഒരു മിനിറ്റ് ഇപ്പൊ നരേന്ദ്രമോദി ഇമ്പോസിഷന് നിന്റെ അമ്മേടെ സൈൻ ഇട്ടിട്ട് വന്നാൽ മതി ടൈം പൊസിഷൻ. എനിക്ക് അപ്പൊ ചോദിക്കുമ്പോ ഞാൻ സുശീലി മിസ്സിനോട് പറഞ്ഞേക്കാം GST കഥകൾ പറഞ്ഞിട്ടിരിക്കണേന്ന്. യൂണിഫോമില് വീടരുത്. കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ അതുപോലെ. ഇല്ല അവൻ നോൺ ലീനിയർ എഴുതും. ഞാൻ പറയാം ഫസ്റ്റ് ലീനിയർ നീ ലീനിയർ ഞാൻ പറയാത് ചെയ്യണോ. വേഗം ചെയ്തേ. എനിക്കറിയില്ലടാ എങ്ങനെ പറയാ. പറയണില്ലേ ഇപ്പൊ ഒന്നും എന്നോട് ഇരിക്കുമ്പോ കൊറേ പറയൂല്ല. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഡിപ്ലോമസി നമുക്ക് വേറെ കുറച്ച് സംസാരിക്കാം. ഫസ്റ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ സംസാരിക്കാം. ഇവിടെയാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം നമുക്ക്. വർക്ക് എനർജി തിയറം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം നമുക്ക്. അപ്പൊ തൽക്കാലം ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ നീ അത് സംസാരിച്ചാൽ മതി. എന്നിട്ട് ടെൻഷൻ അടിക്കണില്ലല്ലോ നീ. ശ്രദ്ധിച്ചേ വിമല എഴുതണ ശ്രദ്ധിക്കേ. അയ്യോ അനല്ലേ അടുത്ത അനല എഴുതിക്കും. അടുത്ത നോൺ ലീനിയർ ആണല്ല അവൻ ലീനിയറാ ചെയ്യണത്. പിന്നെ ഏതാ ചെയ്യണത്? അവൻ നോൺ ലീനിയറാ ചെയ്യണത്. ഈ വെറുതെ ഇരിക്കട്ടെ അത്. എടാ ഹരി സ്വന്തമായിട്ടുണ്ടല്ലേ എടാ എടാ എവിടെ ഇരിക്കണം സംസാരിക്കാതിരിക്കാനാ നീയൊക്കെ. അപ്പൊ പിന്നെ സംസാരിക്കും. നീ ഒറ്റക്ക് പഠിച്ചാ നിവേദന ഞാൻ ആവശ്യത്തിന് തന്നിട്ടുണ്ടല്ലോ. ഇന്നത്തേക്കുള്ളതായില്ലേ ഇമ്പോസിഷൻ ഇരുന്ന് എഴുത് ടൈം കിട്ടുമ്പോ.
അതിനെങ്ങനെ എഴുതുന്നുണ്ട് 6. എങ്ങനെയായിരുന്നു എഴുതിയാ എഴുതിയെടുക്ക് വേഗം. എടാ എഴുതിയാ, നീ എഴുതിയാ? ഇത് എഴുതാത്ത ആരെങ്കിലും കിട്ടാത്ത ഉണ്ടായിനി? ഇത് കിട്ടാ, ഇവൻ മാത്രമല്ലേ ഉള്ളു, ബാക്കി എല്ലാവർക്കും കിട്ടിയില്ലേ? വേഗം എഴുതി. ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ നിന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നേ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, നമ്മളിപ്പോ പഠിച്ചതല്ലേ. ശ്രദ്ധിക്കണില്ല, വെറുതെ ഇരിക്കണേ. അതാ അത് നോക്കാതെ എഴുതിക്കേ. നീ ഞാൻ പോണേനും പറഞ്ഞ എഴുതി കാണിച്ചിട്ട് നിന്നെ വിടിക്കോളട്ടെ ഇവിടെ. അങ്ങനെ പറയും. അന്നല്ല വാ, ബുക്ക് എടുക്കണ്ടേട്ടാ. വിമൽ ബുക്ക് എടുത്തില്ല. ബുക്കില്ലാതെ ചെയ്. വിമല് കണ്ട ബുക്കില്ലാതെ അല്ലേ ചെയ്തത്. അടുത്തത് ഒരു ഗേളിനെ കൂടി വിളിക്കട്ടെ. അവളെ ഞാൻ വിളിച്ച്, അവളെ ചേട്ടൻ മിത്രക്ക് ചെയ്യണം. അത് ഞാൻ മിത്രക്ക് ഞാൻ ലാസ്റ്റ് ഒരു ചാൻസ് കൊടുത്തോളാം. വാ, പനലൊക്കെ ചെയ്യണം എന്ന് എനിക്ക് പറയണം. വാ എടാ, നീ നോക്കാതെ ചെയ്യടാ, അത് സിമ്പിൾ അല്ലേടാ. ഒരു ഫോണിനോടെ സ്ഥലം ഉണ്ട് വെക്കാൻ. അത് മായിച്ചിട്ട് വൃത്തിയായിട്ട് എഴുതട്ടാ. വിസ്മയ എഴുതിയതുപോലെയൊക്കെ സ്റ്റേറ്റ്മെന്റ് എഴുതി. സാം ഇതൊക്കെ എഴുതുന്നുണ്ടാ? അവന്തികക്ക് കിട്ടുന്നുണ്ടാ? ഓക്കെ. ബുക്ക് നോക്കരുതെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തിട്ട് വന്നല്ലേ? എന്നെ നോക്കി എഴുതണ്ട, ബുക്ക് നോക്കി ബോർഡ് നോക്കി എഴുതും. എനർജി ഓഫ് ഗ്യാസ് ശരിയോട് വലുതാക്കി എഴുത്. എഴുതിക്കും. എനർജി ഓഫ് ഓക്കെ. ഇതെന്താണ്? ഡിഗ്രി അല്ല, ഇതെന്താ 7? ഇതെന്താ? അതാണ് എനർജി. അതാണ് എനർജി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം വൃത്തിയായിട്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം കുഴപ്പമില്ല, ഒന്നും എഴുതും. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര കിട്ടിയത്? ഡിഗ്രി ഓഫ് ഫ്രീഡം 7. അതോക്കെ. ഡയറ്റോമിക് അല്ല, നമ്മൾ എന്തായി? ട്രയറ്റോമിക് ആയി. ട്രയറ്റോമിക്. ഇനി എനർജിയുടെ ഇക്വേഷൻ എന്താ? എനർജി ഓഫ് ഗ്യാസ് ½ kB എഴുതും. ഇനി എനർജി ഓഫ് ട്രയറ്റോമിക് ഗ്യാസ് സ്റ്റേറ്റ്മെന്റ് എഴുത്. എനർജി ഓഫ് ട്രയറ്റോമിക് ഗ്യാസ് ഇനി എന്താ ചെയ്യാ? ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്താ? യു ഈക്വൽ ടു 7/2 kBT ഇൻറ്റു. അപ്പൊ അറിയാലോ എന്നെ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാല്ല. ഇനി എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? ഏതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? KB ഇൻറ്റു എന്നെ. KB ഇൻറ്റു എന്നെ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ബുക്കൊക്കെ എടുത്തെഴുതുന്നത്. ഇപ്പൊ അറിയാലോ. യു ഈക്വൽ ടു 7/2
കെ ബി പോയില്ലേ, കെ ബി എന്നെ മാറ്റിയ പിന്നെ ആർ. ഇനി റിലേഷൻ എഴുത് ടി. ഓക്കെ, ഇനി റിലേഷൻ കൊടുത്തേ. സി വി ഈക്വൽ ടു ഡി യു. അതല്ല, അതിന് മുമ്പ് നമുക്ക് കണ്ടുപിടിക്കണേ. ഡി യു ബൈ ശബ്ദം ഉണ്ടാകല്ലേ. ഡി യു ബൈ ഡി ക്യാപിറ്റൽ ടി ഇട്. എടാ സംസാരിക്കല്ലേ. ഡി യു ബൈ ഡി ടി. ഇനി യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അവിടെ. ഡി ബൈ ഡി ടി ഓഫ് കുഴപ്പമില്ല അവിടെ. ഇനി റിലേഷൻ മേയേഴ്സ് റിലേഷൻ സി പി മൈനസ് ഇനി സി പി ഈക്വൽ ടു സി വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കണ്ടുപിടിച്ചല്ലോ 7/. ഇനി അത് ആഡ് ചെയ്തേ. ഗാമ ഈക്വൽ ടു അതെ, ഗാമ ഈക്വൽ ടു സി പി ബൈ സി വി. സി പിയുടെ വാല്യൂ എത്ര കിട്ടിയത്? ഡിവൈഡഡ് ബൈ സി വിയുടെ വാല്യൂ 7/2. 6. 2 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എന്ത് കിട്ടി? വേറെ ആരും ശ്രദ്ധിക്കണില്ല, അതാണ്. ഓക്കെ, അപ്പൊ ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് ഒന്ന് തുടങ്ങി വെക്കാം. സമയമുണ്ട്. ഹെഡിങ് കൊടുത്തു. റിവിഷൻ തരാം. അല്ല സാം, അടുത്ത ചാപ്റ്റർ തുടങ്ങണ്ടേ നമുക്ക്? വേവ്സ് തുടങ്ങണം. ഇല്ല, തുടങ്ങണം. റിവിഷൻ തരാം. വേവ്സ് പുതിയ ചാപ്റ്റർ ആണ്. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു നോട്ടായി. ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാ. ഓക്കെ, എഴുതിക്കോ. വേവ് എന്ന് ശ്രദ്ധിക്കേ. എഴുത്. വേവ് എന്ന് പറഞ്ഞാൽ എന്താ? വേവ് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ആ വേവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവണം. ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. പിന്നെ വേറെ ഏതൊക്കെ വേവ് അറിയാം? ഇതല്ലാതെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്. ഇപ്പൊ ജസ്റ്റ് വേവ് എന്ന് പറയുമ്പോ നമുക്കിപ്പോ ഏതൊക്കെ വേവ് അറിയാം? ട്രാൻസ്ലേഷണൽ വേവ്. ഓക്കെ, പിന്നെ റേഡിയോ വേവ്, അതൊക്കെ ഒരു വേവാണ്. ഓക്കെ, പിന്നെ സൗണ്ട് വേവ് അറിയില്ലേ? സൗണ്ട് വേവ്, എല്ലാ വേവും പറഞ്ഞു. സൗണ്ട് വേവ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ് ഇവ പറഞ്ഞ റേഡിയോ വേവ്. ഓക്കെ, റേഡിയോ വേവ്, മൈക്രോവേവ്, കുറെ വേവ് ഉണ്ട്. മൈക്രോവേവ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പഠിക്കണ്ട. നമുക്ക് പഠിക്കാനുള്ള ഏതാ? അത് അടുത്ത വർഷം ഇല്ല. അടുത്ത വർഷം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പഠിക്കാനുള്ള. അപ്പൊ എല്ലാം പഠിക്കാൻ പറ്റും. റേഡിയോ, മൈക്രോ, ഇൻഫ്രാ, വിസിബിൾ എല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഏതാ വേണ്ടത്? നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അതൊക്കെ പഠിച്ചിട്ടില്ലേ? അതിനെ പറ്റിയിട്ടാ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ലൈറ്റ് വേവ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ലൈറ്റ് വേവ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുള്ളതല്ലേ? ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, പിന്നെ വാട്ടർ വേവ്. ഒരു വാട്ടറിലേക്ക് ഒരു കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എന്താ പറയാ? കറക്റ്റ്, അവൻ പറഞ്ഞാ കറക്റ്റ്. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് പെർഫെക്റ്റ്. നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കാതെ, ശ്രദ്ധിച്ചേടാ, വലുതായിട്ട് ചിന്തിക്കാതെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളിപ്പോ ഒരു വെള്ളത്തിലേക്ക് നമ്മളൊരു ചെറിയ കല്ലെടുത്തിടുവാന്ന് വിചാരിക്കുക. പെട്ടെന്ന് അവിടെ എന്താ സംഭവിക്കുക? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസിന് നമ്മൾ പറയുന്ന പേരാണ് വേവ്. വേവിന്റെ ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പറഞ്ഞാൽ മതി. ഡിസ്റ്റർബൻസ് ഇൻ എ മീഡിയ, ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസിനെ നമ്മൾ പറയുന്ന പേരാണ് വേവ്. അപ്പൊ എഴുതിക്കോ, വേവ്. എ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയാനുള്ളൂ. എ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് that propagates from
A wave is a disturbance that propagates from one place to another. A wave is a disturbance that propagates from one place to another. A wave is a disturbance that propagates from one place to another without the transportation of matter. Without the transportation of matter or transportation of energy. Without the Without transportation of matter or transportation of energy. ഇനി അടുത്ത് എഴുതിക്കോ മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ്. Mechanical wave. Wave which require a material medium for their propagation. Wave which require material medium for their propagation. Wave which require material medium for their propagation. എക്സാമ്പിൾ എന്തായിരിക്കും? അതായത് ഒരു വേവ് പ്രൊപ്പഗേറ്റ്, വേവ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാനാണെങ്കിൽ എന്താ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ വാട്ടറിന്റെ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, അപ്പൊ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനർജി മാറ്റർ ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് കല്ലിട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി പോകുന്നു എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, എനർജിയോ മാറ്ററോ ഒന്നും അവിടെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നില്ല. മറിച്ച് എന്താ സംഭവിക്കുന്നത്? ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ്, അതിനെയാണ് നമ്മൾ വേവ് എന്ന് പറയാം. ഈ മെക്കാനിക്കൽ വേവ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? മെക്കാനിക്കൽ വേവ് ഇപ്പൊ എന്താ എഴുതി വെച്ചേക്കുന്നത്? വേവ് വിച്ച് റിക്വയർ മെറ്റീരിയൽ മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ. അതായത് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേവ് ഫോം ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ പറഞ്ഞത് വാട്ടർ വേവ് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ വേവ്സ് ഫോംഡ് ഓൺ എ സ്ട്രിങ്സിൽ ഫോം ചെയ്യത്തില്ലേ? ഇപ്പൊ ഒരു കയറ് കെട്ടി ഇവിടെ നിന്ന് അവിടെ വരെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പിടിച്ച് വലിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വേവ് ഫോം ചെയ്യില്ലേ? അപ്പൊ അവിടെ ആ ഒരു വേവ് ഫോം ചെയ്യാൻ വേണ്ടി എന്ത് വേണമായിരുന്നു? ആ ഒരു മെറ്റീരിയൽ മീഡിയം അവിടെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫോം ചെയ്യുന്ന വേവ്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്കിപ്പോ ഒരു ത്രെഡ് എടുത്ത് നമ്മൾ രണ്ട് എൻഡിലും പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലും, ഇപ്പൊ ഇവന്റെ കയ്യിൽ ഒരു എൻഡ് കൊടുത്തിട്ട് നമ്മളൊരു ത്രെഡ് പിടിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വേവ് ഫോം ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ ഒരു ത്രെഡ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ച് വല്ല വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വേവ് ഫോം ചെയ്യണം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഒരു വേവ് ഫോം ചെയ്യാൻ വേണ്ടി ഇതിന് എന്ത് വേണ്ടി വന്നു? വെറുതെ ആ വേവ് ഫോം ചെയ്യൂ? ഇല്ല, ഇവിടെ ഒരു മെറ്റീരിയൽ മീഡിയം വേണം. ഇങ്ങനെയുള്ള വേവിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ വേവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോ, വേവ്സ് ഫോംഡ് ഓൺ സ്ട്രിങ്. പിന്നെ വേണമെങ്കിൽ സൗണ്ട് വേവ്, ഇതൊക്കെ എല്ലാം എന്താ? മെറ്റീരിയൽ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ആ വേവ് അവിടെ ഫോം ചെയ്യുള്ളൂ. അങ്ങനത്തെ വേവ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്. വേവ്സ് ഫോംഡ് ഓൺ സ്ട്രിങ്സ്, സൗണ്ട് വേവ്സ്. ഇനി അടുത്തത് മെക്കാനിക്കൽ വേവ് ആണെങ്കിൽ അടുത്ത വേവ് എന്തായിരിക്കും അപ്പൊ വരിക? നോൺ മെക്കാനിക്കൽ വേവ്. നോൺ മെക്കാനിക്കൽ വേവിന്റെ ഡെഫിനിഷൻ ഞാൻ ഉദ്ദേശിച്ചത്. ഡെഫിനിഷൻ എന്തായിരിക്കും അപ്പൊ? മെറ്റീരിയൽ മീഡിയം വേണ്ട, മീഡിയം ഇല്ലാത്ത വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോൺ മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇ എം വേവ്സ് എന്താണെന്ന് അറിയാലോ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇപ്പൊ പറഞ്ഞില്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒന്നും എന്തില്ല, ഒരു മീഡിയം ഇല്ല അല്ലെ? പ്രത്യേകിച്ച് മീഡിയം ഒന്നുമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് അറിയോ? എത്ര ഉണ്ടെന്ന് അറിയോ? റേഡിയോ, മൈക്രോ, ഇൻഫ്രാ, വിസിബിൾ, അൾട്രാ, ഗാമ, എക്സ്റേ. ഇതിനൊന്നും എന്തില്ല, മീഡിയം ഇല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? നോൺ മെക്കാനിക്കൽ വേവ് ആയിട്ട് പറയാം. ഓക്കെ, പിന്നെ വിസിബിൾ, ഇത് വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോ, അടുത്ത വർഷം പഠിച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡിൽ എഴുതി വെച്ചോ. ഇ എം വേവ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ് റേഡിയോ, മൈക്രോ, ഇൻഫ്രാ. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാം എന്തിൽ വരും? നോൺ മെക്കാനിക്കൽ വേവ്. അപ്പൊ നോൺ മെക്കാനിക്കലിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. വേവ് വിച്ച് ഡസ് നോട്ട് റിക്വയർ മെറ്റീരിയൽ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. Wave which does not require material medium for their propagation. Example, electromagnetic waves, light wave. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി, നിർബന്ധമില്ല. അതെന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ ഏതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഏതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും? റേഡിയോ ഓർത്ത് വെക്കാൻ പറ്റില്ലേ? റേഡിയോ വേവ്, മൈക്രോവേവ്, റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റില്ല. ഇൻഫ്രാറെഡ്, വിസിബിൾ. ന്യൂക്ലിയർ റേഡിയേഷനിൽ വരും.
ഗാമ റേസ് ഒക്കെ വരില്ലേ, അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ന്യൂക്ലിയർ റേഡിയേഷൻ. അത് റേഡിയേഷൻ വേവ്സ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിനിപ്പോ നമ്മൾ ഗാമ റേസ് എന്ന് പറയത്തില്ലേ, ഗാമയിൽ വരും ഇതെല്ലാം. ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇതെല്ലാം അതിൽ വരും. പക്ഷെ നീ ഇപ്പൊ ന്യൂക്ലിയർ വേവ് എന്ന് എഴുതാൻ, ന്യൂക്ലിയർ വേവ് ആയിട്ട് വല്ല, അത് ഗാമ റേസ്. ഗാമ റേസ് അല്ല, ഈ പറയുന്ന ഗാമ റേസ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നതൊക്കെ ഈ നീ പറഞ്ഞ ഈ ന്യൂക്ലിയർ റേഡിയേഷന്റെ സംഭവം. ഇതെല്ലാം റേഡിയേഷനും ഗാമ റേസിന്റെ ഇതിൽ വരുന്നത്. അപ്പൊ ഗാമ റേസ് എല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഒരു സ്പെക്ട്രത്തിൽ വരുന്നതാണ് ഈ പറയുന്ന റേഡിയോ, മൈക്രോ, ഇൻഫ്ര, വിസിബിള്, അൾട്രാ, എക്സ്റേ, ഗാമ. ഇതെല്ലാം വരും. ഈ ഗാമയിൽ വരുന്നതാണ് ഈ പറയുന്ന വേവ്സ്. പിന്നെ എക്സ്റേ നമുക്കറിയാം, വിസിബിള്. വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിസിബിൾ ഏതാ? വിസിബിൾ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ് ഉള്ളത് കൊണ്ടല്ലേ ലൈറ്റ് വേവ് ഒക്കെ എല്ലാം ഇതിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്തായിട്ട് വരും? നോൺ മെക്കാനിക്കൽ. ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഇപ്പൊ റേഡിയോ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൈക്രോവേവ് ട്രാൻസ്മിറ്റ് ചെയ്യണം, നമുക്കൊരു മീഡിയം ഉണ്ടാവും. അതായത് ഒരു വേവ് ആണ്. ശ്രദ്ധിച്ചേ, ഇതൊക്കെ ഒരു വേവ് ആണ്. പക്ഷെ ആ വേവ് ആണെങ്കിലും എന്താ, നമുക്കത് മീഡിയം വേണ്ട. പക്ഷെ ഇവിടെ കണ്ട സ്പ്രിങ്ങിന്റെ കേസിൽ പക്ഷെ നമ്മൾ വേവ് ഇങ്ങനെ ആയി വരുന്നത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഇത് ഇപ്പൊ വിസിബിൾ ലൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റൂ. വിസിബിൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനൊരു മീഡിയം വേണ്ട. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അടുത്തത് എഴുതിക്കോ. അടുത്തത് നമുക്ക് ഇനി അറിയാവുന്ന വേവ്സിനെ പറ്റി പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ലൈറ്റ് വേവ്, ലൈറ്റ്. ഇപ്പൊ വിസിബിൾ ലൈറ്റിന്റെ ഇതിൽ വരുന്നതിന്റെ കേസിൽ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ഏതെങ്കിലും എഴുതി വെച്ചാൽ മതി. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ തന്നെ ഈ പറയുന്ന എല്ലാം വരും. പിന്നെ ഞാൻ ലൈറ്റ് വേവ് കുറച്ചുകൂടി എക്സാമ്പിൾ അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എഴുതിക്കോ. അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എഴുത ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒന്ന് പറഞ്ഞേ വേദ, ഒന്ന് പറഞ്ഞടാ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പഠിച്ചതല്ലേ, 9th പഠിച്ചതല്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മളല്ലേ, എന്താണ് പ്രത്യേകത? എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? അതെ ദിയ പറഞ്ഞാലും മതി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ? പ്രൊപ്പഗേഷൻ എങ്ങനെയായിരിക്കും? പ്രൊപ്പഗേഷൻ ക്രസ്റ്റ് ആൻഡ് റഫ് ഉള്ളത് ട്രാൻസ്വേഴ്സിലാണ്. ഇതൊക്കെ ഈ വേർഡ്സ് ഒക്കെ കേട്ടിട്ടുള്ളതല്ലേ? ക്രസ്റ്റ്, ട്രഫ്, കംപ്രഷൻ, റേറിഫാക്ഷൻ. ഇതൊക്കെ ഓർമ്മയില്ല. അപ്പൊ ഇതൊക്കെ എന്തിന്റെയാ? ഈ പറയുന്ന കംപ്രഷൻ, റേറിഫാക്ഷൻ ഒക്കെ എന്തിന്റെയാ? ജസ്റ്റ് ഓർത്ത് നോക്കണം. 9th പഠിച്ച കാര്യമാണ്. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രൊപ്പഗേഷൻ എങ്ങനെയാ? പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് എങ്ങനെയാ? പാരലൽ ടു ദ ഡയറക്ഷൻ. അങ്ങനെയല്ലേ? പാരലൽ ടു ദ ഡയറക്ഷൻ ആണ്. പിന്നെ എന്താ പ്രത്യേകത? കംപ്രഷൻ, റേറിഫാക്ഷൻ. ഇതൊന്നും കേട്ടിട്ടില്ല ഈ പറഞ്ഞ സംഭവം. നന്നായി എഴുതിക്കൊന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. Particles of the medium vibrate. Particles of the medium vibrate parallel to the propagation of the wave. Particles of the medium vibrate parallel to the propagation of the wave. Particles of the medium vibrate parallel to the propagation of the wave. അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വേവ് ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നത് വേവ്. അപ്പൊ ഈ റീജിയൻ ഓഫ് ഹൈ പ്രഷറും ലോ പ്രഷർ റീജിയൻ എന്നൊക്കെ പറഞ്ഞ പഠിച്ചേക്കുന്നത് ഒരു ഓർമ്മയില്ലേ? മലയാളിയാണോ? ഇതുകൂടി പറഞ്ഞാൽ നിർത്താം, അല്ലെങ്കിൽ അടുത്ത് പോകും. ഇനി ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു, അടുത്ത പോയിന്റ് പറയുന്നീ. റീജിയൻ ഓഫ് ഹൈ പ്രഷർ റീജിയൻ, ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രത്യേകത നമ്മൾ പറഞ്ഞ എന്താ? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾസ്. അപ്പൊ തന്നെ നമുക്ക് പറയാം ആ ഒരു റേറിഫാക്ഷൻ.
ചില സമയത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു മീഡിയം വേണമെന്ന് മനസ്സിലായി അല്ലെ? മീഡിയം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഏതൊക്കെ പറയാൻ വേണമെങ്കിൽ സൗണ്ട് വേവ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഹൈ പ്രഷർ റീജിയനും ഉണ്ടാവും, അതുപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹൈ പ്രഷർ ലോ പ്രഷർ അങ്ങനെ വരും. ഒരു ഹൈ പ്രഷർ റീജിയൻ ആണെങ്കിൽ പിന്നെ ലോ പ്രഷർ റീജിയൻ, പിന്നെ ഹൈ പ്രഷർ ലോ പ്രഷർ ഇങ്ങനെ വരും. ഹൈ പ്രഷർ റീജിയൻ നമ്മൾ പറയുന്ന പേരെന്താ? കംപ്രഷൻ. ലോ പ്രഷർ റീജിയൻ പറയുന്ന പേര് റേറിഫാക്ഷൻ. ഓക്കെ, ഇതൊരു കൺസെപ്റ്റ്. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇനി അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ സൗണ്ട് വേവ്. ഇനി അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്തായിട്ട് വരും? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ? ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ ഇപ്പൊ പറയാനാണെങ്കിൽ ഏത് പറയാം? ലൈറ്റ് പറയാം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രിംഗിൽ ഫോം ചെയ്യണത്, വാട്ടർ വേവ്സ്, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? എന്തായിട്ട് പറയാം? ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് പറയാം. ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത എന്താ? ഇനി മറ്റേതില്ലേ ശ്രദ്ധിക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ആ ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ആയിട്ടായിരിക്കും. വേവ് എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് വൈബ്രേറ്റ് ചെയ്യുക? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ എങ്ങനെയായിരിക്കും പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. മറ്റേത് പാരലൽ ആയിട്ടാണ്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ക്രസ്റ്റും ഉണ്ട്, അതുപോലെ ട്രഫും ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് ഒന്ന് എഴുതി വെച്ചു. ഇതൊക്കെ 9th ഉള്ളതായി. ഇപ്പൊ നമുക്ക് ടോപ്പിക്കേ അല്ലേ, ഞാൻ ജസ്റ്റ് വേവ്സ് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചു. ഹൈ പ്രഷർ റീജിയൻ കംപ്രഷൻ, ലോ പ്രഷർ റീജിയൻ റേറിഫാക്ഷൻ. ഓക്കെ, വേഗം എഴുതിക്കോ. വരച്ചു വെച്ചോ, വരച്ച അത്രയും നല്ലത്. കംപ്രഷൻ ഗ്യാപ്പ് ഉള്ളത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നു പോകും. ഒരു ഡാർക്ക് ഒരു ലൈറ്റ് അങ്ങനെ. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് എഴുതിയാ? റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് കോൾഡ് കംപ്രഷൻ ആൻഡ് റീജിയൻ ഓഫ് ലോ പ്രഷർ. സാമിന് മനസ്സിലാവുന്നുണ്ടോ? ലോഞ്ചിറ്റ്യൂഡ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയാൽ മതി. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ ഈ പറയുന്നത്. പ്രത്യേകത എന്താ? റേറിഫാക്ഷൻ. പിന്നെ അതുപോലെ അടുത്ത ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എഴുതിക്കോ ഇതുപോലെ തന്നെ, വരച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് കംപ്രഷൻ, ഇത് ഒരെണ്ണം, ഇത് ഗ്യാപ്പ് വേറെ. ട്രാൻസ്വേഴ്സ് വേവ് എഴുതിക്കേ. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്. ട്രാൻസ്വേഴ്സ് വേവ്, പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ എല്ലാ പോയിന്റും എഴുതിയാ? ഏതൊക്കെ പോയിന്റ് എഴുതി? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. പിന്നെ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് കോൾഡ് കംപ്രഷൻ ആൻഡ് റീജിയൻ ഓഫ് ലോ പ്രഷർ ഈസ് കോൾഡ് റേറിഫാക്ഷൻ. അത് എഴുതിയല്ല. പിന്നെ ഒരു എക്സാമ്പിൾ, region of high pressure is called compression, parallel to the propagation of the wave, direction of propagation of the wave. The region of high pressure is called compression and the region of low pressure is called rarefaction. പിന്നെ അടുത്തത് അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ എഴുതിക്കോ. സൗണ്ട് വേവ് എക്സാമ്പിൾ എഴുതി വെക്ക്. സൗണ്ട് വേവ്. ഇനി അടുത്ത ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് കൂടെ എഴുതിട്ട് പോവാം. ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത എന്താ എഴുതിക്കുക. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്. Particles of the medium vibrate perpendicular to the direction of propagation of the wave. Perpendicular to the direction of propagation of the wave. Direction of propagation of the wave. എക്സാമ്പിൾ ലൈറ്റ് വേവ് എഴുതാം. പിന്നെ വേവ്സ് ഫോംഡ് ഓൺ സ്ട്രിംഗ്, വാട്ടർ വേവ്, അതെന്തെങ്കിലും എഴുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ വരുന്ന ആ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ കല്ലിട്ട് കഴിയുമ്പോൾ ആ ഒരു ഷേപ്പ് വരുന്നത് റിപ്പിൾ ഫോർമേഷൻ. ഓക്കെ, ഇനി അതിൽ മറ്റേ ക്രസ്റ്റും ട്രഫും കൂടെ എഴുതിക്കോ. അല്ല, അത് ജസ്റ്റ് ഇതിൽ തന്നെ കാണിക്കാനല്ലേ. പീക്ക് പോർഷൻ ഈസ് കോൾഡ്
വരച്ച് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. പീക്ക് പോർഷൻ ഈസ് കോൾഡ് ക്രസ്റ്റ്, വാലി പോർഷൻ ഈസ് കോൾഡ് ട്രഫ്. ഇത് അത്ര ശരിയല്ലോ ഈ പോക്ക്. നീയൊന്ന് സൂക്ഷിച്ചു